നമുക്ക് മലപ്പുറത്ത് നിന്നും രമാദേവിയുടെ കത്താണ്. എന്താണ് രമാദേവിക്ക് അറിയേണ്ടത്? മകന് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. മകൻ ഇപ്പോൾ +2 പഠിക്കുന്നു. 10ാം ക്ലാസ് വരെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇപ്പോൾ ഒട്ടും പഠനത്തിൽ താല്പര്യമില്ല. പഠനം നന്നായി നടക്കുവാൻ എന്താണ് ചെയ്യേണ്ടത്? മകന്റെ ഭാവി എന്താകും? ഇതിനെ പറ്റിയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു. ദശാകാലം മാറുമ്പോൾ പഠിത്തത്തിന് ഉഴപ്പ് വരും. ദശാകാലം ഗുണമാകുമ്പം പഠിക്കേണ്ടാന്ന് തോന്നുന്നവർ തന്നെ പഠിക്കും. അവർക്ക് ബുദ്ധി തെളിയും. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊതുവേ കറുത്തപക്ഷത്തിലെ ചിത്തിര നക്ഷത്രം കന്നി ലഗ്നവും ലഗ്നാധിപന് ബുധന് 13 ഡിഗ്രിയിലെ മൗഢ്യവുമുണ്ട്. ജ്യോതിശാസ്ത്രപരമായിട്ട് പറയുമ്പം കറുത്തപക്ഷത്തിലെ ചിത്തിരയപ്പൻ അത്ര മാന്തു അപ്പന മാന്തു അക്കുലം ഇടിയുമെന്നാണ്. ഒരു പഴഞ്ചൊല്ലാണെങ്കിലും കുറച്ച് സത്യം. കുലം മുടിക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ആ കുട്ടിയിൽ നിന്ന് ഉണ്ടാവാം. അപ്പനെ മാന്തും എന്ന് വെച്ചാൽ അച്ഛനെ സാമ്പത്തിക ക്ഷീണം, ആരോഗ്യ ക്ഷീണം, കുടുംബ ബന്ധങ്ങളിൽ അകച്ച, വിള്ളൽ ഇത്യാദികളും. അത്ര മാന്തും ജനിച്ച വീട് വിറ്റുമാകുമെന്നോ അല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകുമെന്നോ പൊളിക്കുമെന്നോ ഒക്കെയുള്ള അർത്ഥത്തിലാണ്. പൊളിച്ച് നന്നാക്കിയാലും മതി. പക്ഷേ അത്ര മാന്തും എന്ന് പറയുന്നത് അത്ര ഒരു വിറ്റുപോകുന്നതിനെ അല്ല. കാരണം കുടുംബം ക്ഷയിപ്പിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ലഗ്നാധിപന് മൗഢ്യവുമുണ്ട്. 10ാം ക്ലാസ് വരെ എന്ന് പറയുമ്പം സ്വാഭാവികപരമായിട്ട് എത്ര വയസ്സാവും? 15 വയസ്സ്. അടുത്തൊരു കുറച്ച് കാലഘട്ടത്തേക്കിന് ഈ ബുധൻ്റെ മൗഢ്യവും കാര്യങ്ങളുമൊക്കെ വെച്ച് കുറച്ച് ദോഷകാലമാണ്. ഇദ്ദേഹത്തിൻ്റെ പഠിത്തം, ഉപരിവിദ്യാഭ്യാസം, അതാണ് 10ാം ക്ലാസ് കഴിഞ്ഞപ്പം +1, 2 മുതൽ അങ്ങോട്ടുള്ള ഉപരിപഠനം ലക്ഷ്യമാക്കി. +1ഉം 2ഉം ഒന്നും ഉപരിപഠനത്തിൽ പെടുന്നതേ അല്ല, പിന്നെയുള്ളതാണ് ഉപരിപഠനം. എങ്കിലും 10ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള മേലോട്ടുള്ള പഠിത്തം, ഡിഗ്രി, ഇതൊക്കെ ഉപരിപഠനത്തിൻ്റെ പട്ടികയിൽപ്പെടും. അപ്പം പഠിത്തം, ഉപരിപഠനം, ഉദ്യോഗം, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തെന്നാമ്പാടി നടക്കാനൊന്നും സമ്മതിക്കരുത്. കൂട്ടും കൂടിയൊക്കെ എവിടെയെങ്കിലും ഒരു ജോലിയിൽ കയറ്റത്തക്ക നിലയിലും, അതാണ് ഉദ്യോഗം, അല്ലെ ജോലി കിട്ടത്തക്ക നിലയിലും അതിന് വേണ്ട തയ്യാറെടുപ്പുകളും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലേക്ക് കടത്തിവിടുകയും. വിവാഹം ചെറുപ്പത്തിലെ തന്നെ നടത്തിക്കുന്നതാണ് നല്ലത്. കാരണം കറുത്തപക്ഷത്തിലെ ചിത്തിര നക്ഷത്രവും ലഗ്നാധിപന് മൗഢ്യവും ഉള്ളതുകൊണ്ട് എല്ലാം ഒരു വിനോദമായിട്ട് കണക്കാക്കും. ഒന്നിലും ഒരു പൂർണ്ണത ഉണ്ടാക്കത്തില്ല. എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യും. ചിലപ്പോൾ മാതാപിതാക്കളെ വരെ ക്വസ്റ്റ്യൻ ചെയ്യും. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ ക്വസ്റ്റ്യനല്ല, അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, അവരെ ഹരാസ് ചെയ്യുക. കുറ്റം തീർന്നിട്ട് ആരുമില്ല ഈ ഇത്തരം നക്ഷത്രക്കാരുടെ മുമ്പിൽ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അധ്യാപകർ, സ്കൂള്, മിനിസ്ട്രി, ഗവൺമെൻറ്, സമൂഹം, എല്ലാത്തിനെയും കുറ്റം പറയും. എന്നാൽ അവനവൻ കാണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിന് ഒത്തിരി ന്യായീകരണങ്ങളും പറയും. അതുകൊണ്ട് ഞാനിങ്ങനെയായി, അതുകൊണ്ട് ഇങ്ങനെയായി. അച്ഛൻ കള്ളു കുടിക്കുന്നുണ്ട് മകൻ, ഞാനും കള്ളു കുടിച്ചു. അച്ഛൻ കഞ്ചാവ് വലിക്കുന്നുണ്ട്, ഞാനും മരിച്ചു. എന്താണ് അത് കണ്ട് ഞാൻ ശീലിച്ചു പോയി. അതുകൊണ്ട് അച്ഛൻ ജാതി മാറിക്കെട്ടുകൊണ്ട് ഞാനും ജാതി മാറിക്കെട്ടി. ഇങ്ങനെ ആരുടെയെങ്കിലും തലയിൽ കൊടുക്കും. ഇത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും. പിന്നെ ആൺകുട്ടിക്കാണ് കൂടുതൽ ഇതിൻ്റെ ഫലം. ചിത്തിരയപ്പൻ അത്ര തോന്നും അക്കുലം ഇടിയും അച്ഛനെ മാന്തും എന്ന് പറയുന്ന ആ രീതി. അതിൻ്റെ കൂടെ കന്നിലഗ്നം കൂടെ വരുമ്പോഴാണ് കൂടുതൽ ഫലം വരുന്നത്. ഇത് കന്നിലഗ്നവുമാണ്, ലഗ്നാധിപന് മൗഢ്യവുമുണ്ട്. അപ്പം പഠിത്തം, ഉപരിപഠനം, ഉദ്യോഗം, വിവാഹം, സന്താനം, ദാമ്പത്യം, വസ്തു, വീട്, വാഹനം, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും, സമസ്ത കാര്യങ്ങളിലും, ജീവിതത്തിലുടനീളം ഇത്തരം കാര്യങ്ങൾ രക്ഷിതാക്കളും വേണ്ടപ്പെട്ടവരും പറഞ്ഞാൽ കേൾക്കുന്നവരുമായ ആളുകളെ കൊണ്ട് നിരീക്ഷിക്കണം. അതാത് അവസരങ്ങളിൽ ഇടപെടണം. ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ വന്നിട്ടുണ്ട് അന്നേരെ അതിനുള്ള പോംവഴി അപ്പോഴേ നോക്കണം. തൂശി കൊണ്ടെടുക്കാവുന്ന തൂശി കൊണ്ട്, പിക്കാസ് കൊണ്ടെടുക്കേണ്ടത് പിക്കാസ് കൊണ്ട്, അവിടം വരെ കൊണ്ടുപോകരുത്. കാരണം ഈ നക്ഷത്രക്കാരെ
തൂശ് കൊണ്ട് എടുക്കേണ്ടത് പിക്കാസിന് കൊണ്ട് എടുപ്പിക്കേണ്ടി വരും. കാരണം അത്ര പെട്ടെന്നായിരിക്കും ഇവരുടെ ദുശീലങ്ങളിലേക്കുള്ള പോക്ക്. ദുശീലത്തിൽ ഇപ്പോൾ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു ദുശീലം എന്ന് പറയാൻ പറ്റിയല്ല, ഉഴപ്പ്, കെയർലെസ്. പക്ഷേ ഇങ്ങനെയുള്ളവരുടെ വാചാലതയൊക്കെ കേട്ടാൽ അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജ്ഞാനമുള്ളവരെന്നാണ്. കാരണം വലിയ പഠിത്തമൊന്നുമില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളിലും അവർ തർക്കിക്കുകയും കയറി ഇടപെടുകയും അവരെയൊക്കെ നാറ്റിക്കുകയും ഒക്കെ ചെയ്യും. ഇവർക്ക് കാശിനും ചുണ്ണാമ്പിനും ഇവർ ആരെങ്കിലും അധ്വാനിക്കുന്നതിൻ്റെ ഫലം ഇത്തിക്കണ്ണി പോലെ അനുഭവിക്കുക, കുറ്റം പറയുക, ഉടുതുണി ഒക്കെ പോലും ആരെങ്കിലും മേടിച്ചു കൊടുത്താൽ പറ്റും. ഇങ്ങനെയുള്ള ചില സമൂഹത്തിൽ ചില ആളുകളൊക്കെ ഉണ്ട്. തീർത്തും വംശനാശമൊന്നും വന്നിട്ടില്ല. കാരണം ചിത്തിരനാളും കന്യക്കൂറും കറുത്തപക്ഷവും ലഗ്നാധിപന് 13 ഡിഗ്രിയിലെ മൗഢ്യവും കൂടെ ഉള്ളവർ അപൂർവമെങ്കിലും ഉണ്ടാവണമല്ലോ. അങ്ങനെയുള്ളവരുടെ കാര്യമാണ്, അല്ല എല്ലാ ചിത്തിരയുടെയും എല്ലാ കന്യക്കൂറുകാരുടെയും അല്ല. ഇങ്ങനെ എല്ലാം കൂടെ ഒത്തു വന്നാൽ ഇത് തന്നെയായിരിക്കും ഫലം. അപ്പനും മകനുമായിട്ട് എപ്പോഴും വിയോജിപ്പ്, തമ്മിൽ കണ്ട ബഹളം, ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതിന് ആ മൗഢ്യത്തിനുള്ള കാര്യങ്ങൾ ചെയ്യുക. ബുധനെ പേരും നക്ഷത്രമൊക്കെ ചേർത്ത് ബുധപത്മമിട്ട് പ്രിയങ്കു കലികാശ്യാമം രൂപേണോ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണാപേതോ തം ബുധം പ്രണതോസ്മ്യഹം എന്ന സ്തോത്രങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നീലശംഖ പുഷ്പമാല ബുധനാഴ്ച ദിവസം ചാർത്തിക്കുക. ബുധനാഴ്ച പച്ചപ്പട്ട് ഭഗവാന് കൊടുക്കുക. ഈ ചിത്ര നക്ഷത്രക്കാരനെ കൊണ്ട് പോയി ഒന്ന് തൊഴാൻ പറയുക, കുളിച്ച് തൊഴാൻ പറയുക. സന്ധ്യാനാമം എന്തെങ്കിലുമൊക്കെ ചെല്ലാൻ പറഞ്ഞാൽ ഒന്നും ചെല്ലത്തില്ല. ഏതെങ്കിലും കഴിവതും ഈ 10ാം ക്ലാസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേ ആൾ പരിഷ്കാരിയായി കാണും. ഈ സമയങ്ങളിൽ ഏതെങ്കിലും ഈശ്വരപ്രാർത്ഥനകളൊക്കെ ചെയ്യുക. ഈ കഴിവതും ഒരു മരതകരത്നം ഉണ്ടാക്കി ചെറുവിരലിൽ ധരിപ്പിക്കുക. അതുപോലെ തന്നെ ബ്രഹ്മീകൃതം, സാരസ്വതഘൃതം മുതലായത് ബുധമന്ത്രങ്ങൾ ജപിച്ച് സിദ്ധിയാക്കി ഓരോ സ്പൂൺ വീതം കഴിക്കാൻ പറയുക. ബുധൻ്റെ യന്ത്രമായി ഏലസായിട്ട് ധരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിരന്തര നിരീക്ഷണമായിരിക്കണം ഏറ്റവും ആദ്യം വേണ്ടത്. അത് പഠിത്തത്തിലും മാർക്കിൽ, പരീക്ഷ, ജോലി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും സമസ്ത കാര്യങ്ങൾ, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ആരെങ്കിലും പെൺകുട്ടികൾ കരഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം കയറി കെട്ടും, കല്യാണം കഴിക്കും, നോക്കിയിരിക്കും. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കൈവിട്ട് പോയി. പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേനോ അത് അങ്ങനെയാണെന്ന് പറഞ്ഞ് ഉഴപ്പി ചിലവിനും കൊടുക്കാതെ തിരിച്ച് വീട്ടിൽ വരും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കേസായി. പിന്നെ ഇതിൻ്റെ പിന്നാലെ മാതാപിതാക്കൾ നോക്കണം എന്ന് പറഞ്ഞ പോലെ ഇവരുടെ സമസ്ത കാര്യങ്ങളിലും രക്ഷിതാക്കളും ഉറ്റവരോ ഉടയവരോ വേണ്ടപ്പെട്ടവരോ നിരീക്ഷണം നടത്തി അതാത് സമയങ്ങളിൽ ഈ പറഞ്ഞ ബുധൻ്റെ പൂജകളോ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിത്തത്തിൽ എക്സ്പെർട്ടാക്കാൻ നോക്കുക. ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടി ഒരു ജോലിയൊക്കെ കരസ്ഥമാക്കിക്കാൻ ചെറുപ്പത്തിലെ നോക്കുക. ചിത്തിരക്കാരുടെ ഈ കറുത്തപക്ഷത്തിലെ 13 ഡിഗ്രി ലഗ്നാധിപൻ നിൽക്കുന്നവർക്ക് കൂടുതലും ഈ ഒരു പഴമൊഴി പലതും അച്ചട്ടായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്യുക.